നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസസ്കിയാൻ അദ്ദേഹം ലോക ജനതയോട് വ്യക്തമായി അമേരിക്കയുടെ ചതിയെക്കുറിച്ച് പറയുകയാണ്. ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന് കാരണങ്ങൾ ഓരോന്നായി നിരത്തുകയാണ്. അമേരിക്കയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. ലോകത്ത് ഏതൊരു രാജ്യത്തെ ഭരണാധികാരിയെ നിഷ്കരുണം വധിക്കാനും അതിന് ഒത്താശ ചെയ്തു കൊടുക്കാനും ശ്രമിക്കുകയും ആ രാജ്യങ്ങളെ മോശവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരി. വെനസ്വലയിലെ ഭരണാധികാരിയായ നിക്കോളാസ് മഡൂറോയെ തട്ടിക്കൊണ്ടുപോയതുൾപ്പെടെ നിരവധിയായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്കയെ കടന്നാക്രമിച്ചുകൊണ്ട് ഇറാൻ പ്രസിഡന്റ് വാക്കുകൾ തൊടുത്തത്. നോക്കൂ, ഇറാൻ പ്രസിഡന്റിനേക്കാൾ ശക്തി അവിടുത്തെ പരമാധികാരിക്ക് തന്നെയാണ്. എന്നാൽ ഇറാൻ പ്രസിഡന്റ് ബ്രീഫ് ചെയ്യുകയാണ് ലോകരാജ്യങ്ങളോട് എന്തുകൊണ്ട് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ളത്. ഞങ്ങൾക്ക് നിബന്ധനകളുണ്ട്. ഞങ്ങളുടെ രാജ്യം ആണവായുധം വികസിപ്പിക്കുന്നതിൽ ആർക്കെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അവർ പറയുക, ഞങ്ങളുടെ യുദ്ധം അവർക്ക് നേരെയും ഉണ്ടാകുമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ്. ഇറാൻ റഷ്യയുടെ കൂടി പിന്തുണ ആർജിച്ചു കഴിഞ്ഞതോടെ ഒന്നിനെയും ഭയപ്പാടില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇറാൻ പരിണമിക്കുകയാണ്. ഈ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ പരിണാമമാണ് ഇറാൻ സംഭവിച്ചിരിക്കുന്നത്. ലോകത്തെ ഒരു വൻ സൈനിക ശക്തിയായി ഇറാൻ പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോക ജനത മുഴുവൻ നോക്കുന്നത് ഇസ്രയേലിൻ്റെ സൈനിക ശേഷിയല്ല, ഇസ്രയേൽ എന്ന രാജ്യം എങ്ങനെയാണ് ഇറാന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നത് എന്നുള്ളതാണ്. ഇസ്രയേലിന്റെ ഡിഫൻസീവ് മെക്കാനിസത്തെ തന്നെ തകർത്ത് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. അവരുടെ ഇപ്പോഴത്തെ എയർ സർവൈലൻസ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതാളത്തിലായിരിക്കുന്നു. മൊസാദിന്റെ നിരീക്ഷണങ്ങൾ പലതും തെറ്റായി മാറുകയാണ്. പെന്റഗണിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര സുഗമമുള്ളതല്ല. പെന്റഗൺ ഇസ്രയേലിനെ സംരക്ഷിച്ചു പിടിക്കാനാവുന്നത്ര ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിന് കഴിയുന്നില്ല. നോക്കൂ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇസ്രയേലിലെ താറുമാറായിരിക്കുന്നു. അവിടുത്തെ ആവാസ വ്യവസ്ഥിതി പരിപൂർണമായി തകർക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. വരും ദിവസങ്ങളിൽ ഇറാൻ അവരുടെ ആക്രമണം മൂർച്ഛപ്പെടുത്തിയാൽ ഇസ്രയേൽ ചാമ്പലാകും, തവിട് പൊടിയാകും. US കാവൽ നായയായ ബെഞ്ചമിൻ നെതന്യാഹു ഇനി ഓർമ്മകളിൽ മാത്രമാകുന്ന സാഹചര്യമാണ്. ഇസ്രായേൽ ജനത ശപിച്ചുകൊണ്ട് പറയുന്നു, ഇയാളും ഇയാളുടെ ലിക്വിഡ് പാർട്ടിയും ചേർന്ന് ഇസ്രായേലിനെ കൊലയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എന്നുള്ളത്. ഇറാനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയും ആക്രമിക്കാൻ പദ്ധതിയിട്ടും ഇസ്രായേൽ പലതവണയായി പല നേതാക്കളെ വധിക്കുകയും പല ന്യൂക്ലിയർ സയന്റിസ്റ്റുകളുടെ ജീവൻ എടുക്കുകയും ചെയ്തപ്പോൾ ഇറാൻ പല കാര്യങ്ങളിലും അളന്നു മുറിച്ച് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇറാൻ ഇത്തരത്തിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത്. ഇനിമേൽ ഞങ്ങളുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെയോ ഞങ്ങളുടെ പദ്ധതികളെയോ ആക്രമിക്കില്ല എന്ന് കരാർ എഴുതി തരണം. അന്താരാഷ്ട്ര നിയമം പ്രാബല്യത്തിൽ വരുന്ന രീതിയിലേക്ക് മാറിയാൽ മാത്രമേ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക തന്നെ ചെയ്യുകയുള്ളൂ.